ഫെയർനെസ് ക്രീമുകളിലാണ് ഏറ്റവും കൂടുതൽ കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നതും അതുപോലെ തന്നെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും. ഇതിലെ ചില ഇൻഗ്രീഡിയൻസ് ആയ ഹൈഡ്രോക്വിനോൺ, സ്റ്റീറോയിഡ്സ്, മെർക്കുറി ഇവയൊക്കെ എന്തുമാത്രം ആരോഗ്യ പ്രശ്നങ്ങളെന്ന് അറിയാമോ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഇതറിഞ്ഞിട്ടും ഫെയർനെസ് ക്രീം ഉപയോഗിക്കുന്നവരുടെ എണ്ണം ദിവസം പ്രതി കൂടി വരികയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആയ ഈ മെർക്കുറിയുടെ അമിത ഉപയോഗം കാരണം കിഡ്നി പ്രശ്നങ്ങളും അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സ്ത്രീകളുടെ പ്രധാന പ്രശ്നമായ ഹോർമോൺ ഇംബാലൻസിനും ഈ ക്രീമുകളുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താണ് സൊല്യൂഷൻ? നമ്മൾ ഈ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾക്കും പ്രീമച്ചുർ ഏജിങ്ങിനൊക്കെ കാരണമായ ഫൈൻ ലൈൻ റിങ്കിൾസിനൊക്കെ എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? ഇതിനുള്ള ഒറ്റ സൊല്യൂഷനാണ് ഹോം മെയ്ഡ് ഫെയർനെസ് ക്രീം. ഒരു കെമിക്കൽസും ആഡ് ചെയ്യാതെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് അതായത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് ക്രീം, ഒരു ഹോം മെയ്ഡ് ഫെയർനെസ് ക്രീമാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം ബീട്രൂട്ടിന്റെ പകുതി ഭാഗമാണ്. അതിനെ നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. ബീട്രൂട്ട് എന്ന് പറയുന്നത് വൈറ്റമിൻ റിച്ച് ആണ്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നു. സ്കിന്നെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിൻ ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റിയ ഇൻഗ്രീഡിയന്റ് ആണ് ബീട്രൂട്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മീഡിയം ക്യാരറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ നല്ല രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്യാരറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇത് വൈറ്റമിൻ എ റിച്ച് ആണ്. സ്കിന്നെ കൂടുതൽ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിയർ സ്കിന്ന് നിലനിർത്താനും ആന്റി ഏജിങ്ങിനൊക്കെ കാരണമായ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും UV പ്രൊട്ടക്ഷനിൽ നിന്നുണ്ടായ റിങ്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി സ്കിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ക്യാരറ്റ് പറ്റിയ ഇൻഗ്രീഡിയന്റ് ആണ്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഓറഞ്ച് പീലാണ്. എനിക്ക് വൈറ്റ് പാർട്സ് നമുക്ക് ആവശ്യമില്ല. ആ ഓറഞ്ച് പാർട്ട് മാത്രം നല്ല രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഓറഞ്ച് ഞാൻ ഏകദേശം ഇവിടെ ഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വൈറ്റ് പാർട്ട് ഒന്നും ഗ്രേറ്റ് ചെയ്തിട്ടില്ല, ഓറഞ്ച് പാർട്ട് മാത്രം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഓറഞ്ച് പീല് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഇത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതുപോലെ തന്നെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിരിക്കുന്നു. കറുത്ത പാടുകൾക്കും ആഗ്നയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ അയൺ പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കപ്പോളം വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അയൺ പാനിൽ ഒരു അംശം പോലും വെള്ളം പാടില്ല. നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ ആ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. സ്കിന്റെ കാര്യം വരുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഓയിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് വേണ്ടി ഞാൻ ഇവിടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ഓറഞ്ച് പീല്, ഈ 3 ഇൻഗ്രീഡിയന്റും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 3 ഇൻഗ്രീഡിയന്റും കൂടെ നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്യണം. നമ്മൾ ക്യാരറ്റിനെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാര്യം ബീട്രൂട്ട് ഓൾറെഡി ഡാർക്ക് കളറാണ്. ക്യാരറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോൾ വേണം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നല്ല രീതിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് എണ്ണ തിളയ്ക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമുക്കിത് ക്യാരറ്റിന്റെ നിറം ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഓയിൽ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതായത് കളർ ഒന്ന് മാറിയിട്ടുണ്ട് ക്യാരറ്റിന്റെ. നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ മഞ്ചിഷ്ട ചൂർണ അഥവാ മഞ്ചട്ടി ചൂർണ, മഞ്ചിഷ്ട പൗഡർ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഈ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് ശരിക്കും ഇഫക്റ്റീവായ ഇൻഗ്രീഡിയന്റ് ആണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു നമ്പർ 1 ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന അതായത് മെലാസ്മ പോലുള്ള അഥവാ നമ്മൾ ഈ മലയാളത്തിൽ കരിമങ്ങല്യം എന്ന് പറയും. ഈ കറുത്തപാട് ശരിക്കും ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലെ. അത് ചിലപ്പോൾ ജനറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ സൺ ഡാമേജ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടായിരിക്കാം. ഏത് ഇഷ്യൂ കൊണ്ടാകട്ടെ ഇത് വരുന്നതിൽ നിന്ന് തടയാനും അതുപോലെ തന്നെ ഒരുപാട് മുഖത്തുള്ളവർക്ക് ഇത് നല്ല രീതിയിൽ ഇത് കുറച്ച് ഒരു ലൈറ്റ് കളറിലേക്ക് മാറ്റാനും ഈ ഇൻഗ്രീഡിയന്റ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇത് മാത്രമല്ല, സ്കിന്നുണ്ടെന്ന ബേസിക് ഇഷ്യൂസ് ഒക്കെ ആയ ഒരു മുഖക്കുരു ആകട്ടെ, കറുത്ത പാടുകളാവട്ടെ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഈ എല്ലാ ബേസിക് ഇഷ്യൂസിനും ഉള്ള ഇൻഗ്രീഡിയന്റ് ആണ്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ചൂടിലിരുന്ന് തന്നെ നല്ല രീതിയിൽ ക്യാരറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങി ആ മൂന്നാമത്തെ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റും കൂടെ ആഡ് ചെയ്ത ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി നമുക്ക്
ഒന്ന് ചൂടാറിയ ശേഷം അരിച്ചു മാറ്റാം. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ റെഡ് കളറിലുള്ള ഓയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, ക്യാരറ്റ്, ബീട്രൂട്ട്, ഓറഞ്ച് പീൽ, പിന്നെ മഞ്ചിഷ്ട ചൂർണം. ഈ 4 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത അമേസിംഗ് ആയിട്ടുള്ള ശരിക്കും ബെനിഫിറ്റ്സ് ഉള്ള സ്കിന്നിൻ്റെ ഏത് പ്രശ്നമാവട്ടെ അത് മാറ്റാൻ പറ്റുന്ന ഒരു നല്ല ഓയിൽ. ഇത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലാണ്. ബോഡി ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഫേസ് ഓയിലായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ്. മുഖം നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും അലോവേര ജെല്ലിനെ പോലെ പറ്റിയ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയില്ല. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓഫ് അലോവേര ജെല്ല് ഞാൻ എടുത്തു. അപ്പോൾ നമ്മളൊരു ക്രീമൊക്കെ ആകുമ്പോൾ ഏകദേശം ഇത് ഒരു 6 മാസം മുതൽ 9 മാസം വരെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രീമാണ് ഞാനിവിടെ ഫെയർനെസ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ എത്രയാണോ അലോവേര ജെൽ എടുത്തത് അതേ ഈക്വൽ അളവിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ബേസിക് ആയിട്ടുള്ള ഈ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓയിലിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓഫ് നമ്മുടെ മഞ്ചിഷ്ട ചൂർണവും ക്യാരറ്റും ബീട്രൂട്ട് ഓറഞ്ച് പീൽ അടങ്ങിയ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി 2 ഇൻഗ്രീഡിയൻറ്റ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഒരു സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടത്തില്ല. ഒരു ക്രീമിന്റെ ടെക്സ്ചർ വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നല്ല ക്ലീനാക്കി വൃത്തിയാക്കി തുടച്ച ഒരു കുഞ്ഞു ജാറിലേക്ക് ഈ 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആക്കി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൺസിസ്റ്റൻസി കിട്ടും. ഇതിപ്പോൾ ഏകദേശം ഞാനൊരു 10-15 മിനിറ്റ് എടുത്ത് മിക്സ് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ച ആ ക്രീമിന്റെ ടെക്സ്ചറിലേക്ക് വന്നത്. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വിചാരിച്ച ആ പെർഫെക്റ്റ് ക്രീമിന്റെ ടെക്സ്ചർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് കെമിക്കൽ ഫ്രീ ബ്രൈറ്റനിങ് ക്രീം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 9 മുതൽ 12 മാസം വരെ ഏകദേശം 1 വർഷം നിങ്ങൾക്ക് ഈ ക്രീം ഒരു കേടൊന്നും വരാതെ തന്നെ ഉപയോഗിക്കാം. സ്കിന്നിലുണ്ടാകുന്ന ഏത് ഇഷ്യൂ ആകട്ടെ ഇത് നല്ലതാണ്. ഇതൊരു ആന്റി ഏജിങ് ക്രീമാണ്, ബ്രൈറ്റനിങ് ക്രീമാണ്. അതുപോലെ തന്നെ മഞ്ചിഷ്ട എന്ന വലിയൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഓയിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ ബാക്കി ഓയിൽ വന്ന ഓയിലാണ് ഇതിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഇത് ഫേസ് ഓയിലായിട്ടും ബോഡി ഓയിലായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫ്രീ ലൈഫ് സ്റ്റൈലാണ്. പ്രധാനമായിട്ടും ഈ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഓരോ ക്രീമിലൂടെയും ഓരോ പ്രോഡക്ട്സിലൂടെയും. അപ്പോൾ അതൊക്കെ മാറ്റി നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയറിന്റെയും ഹെയർ കെയറിന്റെയും കാര്യത്തിൽ എങ്ങനെ ഫോളോ ചെയ്യാമെന്നാണ് ഇതിൽ ഓരോ വീഡിയോയിലൂടെയും ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ see you.